according to Castigliano's theorem, what is the method of obtaining deflection? That theory already we discussed ചെയ്തതാണ്. Then there are some problems regarding that Castigliano's theory. That means to find out the deflection at the particular location. To obtain the deflection, so to applying Castigliano's first theorem, that is to find out the deflection at any point, you find out the total strain energy of the system or the total strain energy of that body. Then there may be a particular point of application of the load. So to obtain the deflection at that particular location, take the load at that point, take the strain energy, then partial derivative of that strain energy with respect to load gives you the deflection at that particular point. So consider the case of a beam under the moment m. So this is the expression for the total strain energy. U is equal to integral 0 to L m square divided by 2 EI dx. So to obtain the deflection xi at the point of application of the load pi, that means in that system load pi ഒരു particular location ഉണ്ടെങ്കിൽ ആ pi കാരണം ഉണ്ടാകുന്ന moment ആണ് m. So total strain energy of that beam നമുക്ക് U is equal to integral 0 to L m square dx divided by 2 EI. So that is the expression for strain energy. Then xi എന്ന് പറയുന്ന deflection നമ്മൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ xi the total strain energy dou u by dou pi. pi load apply ചെയ്യുന്നു അതിന്റെ പാർട്ടായിട്ടുള്ള deflection xi ആണെങ്കിൽ so dou u by dou pi is the deflection. So that is equal to integral 0 to L m dou u by dou p. അപ്പോൾ നമുക്കറിയാം ഈ എമ്മിൻ്റെ വാല്യൂ അതിനകത്തൊരു പിയുടെ ടേം ഉണ്ടാവും. അപ്പോൾ ആ പി എന്താണെന്ന് നമുക്ക് പർട്ടിക്കുലർ ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. അപ്പോൾ എം സ്ക്വയറിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എം സ്ക്വയറിൻ്റെ 2m ഡോ എം ബൈ ഡോ പി ഐ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ദാറ്റ് ഡിവൈഡഡ് ബൈ 2EI dx. സോ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും ഇൻ്റഗ്രൽ 0 to L m divided by EI dou m by dou pi dx. So that is the deflection xi is equal to dou u by dou pi is equal to integral 0 to L m by EI dou m by dou pi dx. അപ്പോൾ ഇതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ബിഫോർ പെർഫോമിംഗ് ദി ഇൻ്റഗ്രേഷൻ യു ഹാവ് ടു ഡു ദിസ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ. പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആദ്യം ചെയ്തതിന് ശേഷം കിട്ടുന്ന ടോട്ടൽ ഫംഗ്ഷൻ ഏതാണോ ആ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേഷൻ സെക്കൻഡ് സ്റ്റെപ്പിൽ. സോ ഇത്തരം പ്രോബ്ലംസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ get the term after differentiation, then integrate over the entire length 0 to L. ഈ ഒരു ടൈമിൽ നിന്ന് നമുക്ക് ഡിഫ്ലക്ഷൻ കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സിമ്പിൾ പ്രോബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിറ്റർമൈൻ ദ ഡിഫ്ലക്ഷൻ അറ്റ് ദി ഫ്രീ എൻഡ്. ഫ്രീ എൻഡിൻ്റെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം. അതായത് കൺസിഡർ എ റോഡ്, ഇറ്റ് ഈസ് ഫിക്സഡ് അറ്റ് വൺ എൻഡ്, ദെൻ ദർ ഇസ് എ ലോഡ് പി അറ്റ് ദി അതർ എൻഡ്. ഒരു ആക്സിയൽ ലോഡിൻ്റെ സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് ആക്സിയൽ ലോഡിങ്ങിൻ്റെ കേസിലത്തെ സ്ട്രെയിൻ എനർജിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം ഹാഫ് സിഗ്മ സ്ക്വയർ വി ഡിവൈഡ് ബൈ ഇ, അതായത് സിഗ്മ സ്ക്വയർ വി ഡിവൈഡ് ബൈ 2e is the expression. അപ്പോൾ നമ്മളിതിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിഗ്മ സ്ക്വയർ നമുക്കറിയാം പി ബൈ എ വി ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു എൽ. നമുക്ക് സോൾവ് ചെയ്യുന്ന പി സ്ക്വയർ എൽ ഡിവൈഡ് ബൈ 2 AE, ദാറ്റ് ഈസ് സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ആക്സിയൽ ലോഡ് പി. അപ്പോൾ നമുക്ക് ഈ ഒരു ആക്സിയൽ ലോഡിങ്ങിൻ്റെ ഡയറക്ഷനിലെ ഡിഫ്ലക്ഷൻ ദാറ്റ് ഈസ് വൈ ബി എന്ന് എഴുതി കഴിഞ്ഞാൽ ലോഡ് ആക്ടിങ് അലോങ് load is actually acting downward in that direction. What is the deflection? That is YB. നമ്മൾ അവിടെ ബി ആണ് ഇതിൻ്റെ എൻഡിനെ ബി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് YB എന്ന് വിളിക്കാം. അപ്പോൾ ഡിഫ്ലക്ഷൻ YB is equal to dou u by dou p. ടോട്ടൽ സ്ട്രെയിൻ എനർജിയുടെ എക്സ്പ്രഷനെ ആ ലോഡ് വെച്ചിട്ട് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ദ ഡിഫ്ലക്ഷൻ അലോങ് ദാറ്റ് ലോഡ് ഡയറക്ഷൻ. സോ നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് എക്സ്പ്രഷൻ. അപ്പോൾ പി സ്ക്വയർ എൽ ഡിവൈഡ് ബൈ 2 AE. അപ്പോൾ dou u by dou p, ഇതിനകത്ത് പി സ്ക്വയർ നമുക്കറിയാം 2p ഇൻറ്റു എൽ ഡിവൈഡ് ബൈ 2AE. അപ്പോൾ ഇതിൻ്റെ ആൻസർ PL ബൈ AE എന്നാണെന്ന് നമുക്കറിയാം ഡിഫ്ലക്ഷൻ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് ഡിറ്റർമൈൻ ദ ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡ് ഓഫ് ദ കോളം ഷോൺ. ഫ്രീ എൻഡ് ദർ ഇസ് എ ലോഡ് പി ഈസ് ആക്ടിങ്. അപ്പോൾ ഈ ഫ്രീ എൻഡിലെ ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡ് കണ്ടുപിടിക്കാനായിട്ട് ദിസ് ഈസ് എ ആക്സിയൽ ലോഡ് സിറ്റുവേഷൻ.
So because of the axial load P, strain energy expression P square L divided by 2 AE ആണ് ഈ ഒരു ലോഡ് ഡയറക്ഷനിലെ ഡിഫ്ലക്ഷൻ YB ഈക്വൽ ടു ഡോ യു ബൈ ഡോ പി. ടോട്ടൽ സ്ട്രെയിൻ എനർജിയുടെ എക്സ്പ്രഷനെ ലോഡ് വെച്ചിട്ട് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദെൻ പി ഏത് ഡയറക്ഷനിലാണ് ആ ഡയറക്ഷനിലെ ഡിഫ്ലക്ഷൻ ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2PL divided by 2AE. So PL by AE is the answer, deflection at the free end. Now second case is second case, determine the deflection at the free end of the cantilever where load P is acting at its free end. ഒരു cantilever beam നമുക്ക് എടുക്കാം. For that cantilever beam there is a load P acting at its free end. Free endൽ ഒരു load P ആക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം because of this load P there will be a moment. So this is the beam under the moment M. അപ്പം ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു മൊമെൻറ്റ്, ഈ ഒരു ബെൻഡിങ് മൊമെൻറ്റ് വരുന്ന കേസസിൽ നമുക്കറിയാം മൊമെൻറ്റിന് സ്ട്രെയിൻ എനർജി ഫോർ ദി അണ്ടർ മൊമെൻറ്റ്, സ്ട്രെയിൻ എനർജി അണ്ടർ മൊമെൻറ്റ്, അതിന് നമുക്ക് സ്ട്രെയിൻ എനർജിയുടെ എക്സ്പ്രഷൻ നമുക്ക് എഴുതി കഴിഞ്ഞാൽ U is equal to ടോട്ടൽ ലെങ്ത് L ആണ് എങ്കിൽ ഇൻ്റഗ്രൽ 0 to L എക്സ്പ്രഷൻ m square divided by 2EI dx. സോ അപ്പോൾ നമ്മൾ പ്രീവിയസ് കേസിൽ കണ്ടപോലെ തന്നെ സ്ട്രെയിൻ എനർജിയുടെ എക്സ്പ്രഷൻ U ഇൻ്റഗ്രൽ 0 to L m square divided by 2EI dx. സോ ദാറ്റ് ഈസ് ദ സ്ട്രെയിൻ എനർജി എക്സ്പ്രഷൻ. ദെൻ ഈ ഒരു ലോഡ് P ആക്ട് ചെയ്യുന്ന ഡയറക്ഷനിലെ ഡിഫ്ലക്ഷനാണ് നമുക്കുണ്ട്. കാൻറ്റിലിവർ ബീമിൻ്റെ ഫ്രീ എൻഡിലെ ഡിഫ്ലക്ഷൻ, ഫ്രീ എൻഡിലെ ഡിഫ്ലക്റ്റ് ചെയ്യുക, ലോഡ് ആക്ട് ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് അത് താഴത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു ഡിഫ്ലക്ഷൻ്റെ വാല്യൂ നമുക്ക് എടുക്കാനായിട്ട് ലോഡ് P, ടോട്ടൽ സ്ട്രെയിൻ എനർജിയുടെ എക്സ്പ്രഷൻ എടുക്കുക. ആ സ്ട്രെയിൻ എനർജി എക്സ്പ്രഷനെ ഏത് ഡയറക്ഷനിലെ ഡിഫ്ലക്ഷനാണോ വേണ്ടത് ആ ഡയറക്ഷനിലെ ലോഡ് വെച്ചിട്ട് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് കാസ്റ്റിഗ്ലിയാനോസ് തിയറം. കാസ്റ്റിഗ്ലിയാനോസ് ഫസ്റ്റ് തിയറം നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഈ ലോഡ് ആക്ട് ചെയ്യുന്ന P ഡയറക്ഷനിലാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ എൻഡിലെ ഡിഫ്ലക്ഷൻ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ യു ടേക്ക് ഡോ യു ബൈ ഡോ പി. ഈ ടോട്ടൽ എക്സ്പ്രഷനിലെ സ്ട്രെയിൻ എനർജി എക്സ്പ്രഷനിലെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു പി. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഈ കേസിലത്തെ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ ഞാൻ എഴുതി കഴിഞ്ഞാൽ YA ഓർ X എന്ത് വേണം നമുക്ക് എഴുതാം. YA is equal to ഡോ യു ബൈ ഡോ പി, ദാറ്റ് ഈസ് ഈക്വൽ ടു M. ബിഫോർ ദാറ്റ് എമ്മിൻ്റെ വാല്യൂ നമുക്കറിയണം. എമ്മിനകത്താണ് പിയുടെ ടൈം വരിക. അപ്പോൾ ഈ ഒരു കേസിൽ കാൻറ്റിലിവർ ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് കൺസിഡർ എനി സെക്ഷൻ അലോങ് ദിസ് ബീം, ദെൻ കൺസിഡർ ഐദർ റൈറ്റ് സൈഡ് ഓർ ലെഫ്റ്റ് സൈഡ്. ഈ ഒരു ബീമിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുക. ആ ഡയറക്ഷനിലെ ടോട്ടൽ മൊമെൻറ്റ് എടുക്കുക. സോ ദാറ്റ് ഈസ് ദ ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് ദാറ്റ് ബീം. നമുക്ക് അതുകൊണ്ടൊരു ഞാനിവിടെ ഒരു സെക്ഷൻ എടുത്തു. അത് ഫ്രീ എൻഡിൽ നിന്നും X ഡിസ്റ്റൻസ് മാറിയാണ് ആ സെക്ഷൻ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ക്രോസ് സെക്ഷനിലെ മൊമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ കൺസിഡർ ദ റൈറ്റ് സൈഡ് കേസ്. റൈറ്റ് സൈഡിലെ ടോട്ടൽ ലോഡ് ഡൗൺവേർഡ് ലോഡ് P ആണ്. അത് ഫ്രം ദിസ് ക്രോസ് സെക്ഷൻ X ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാൻറ്റിലിവർ ബീമിൻ്റെ മൊമെൻറ്റ് M, ബെൻഡിങ് മൊമെൻറ്റ് M കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് പിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് X. അപ്പോൾ നമുക്കറിയാം ദിസ് ഈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഞാൻ അതുകൊണ്ട് അതിന് -PX നിങ്ങൾ കൊടുക്കുന്നു, -PX. അപ്പോൾ അതാണ് അവിടുത്തെ മൊമെൻറ്റ് വാല്യൂ. അത് നമുക്ക് ഒരു സൈഡ് പോസിറ്റീവ് നെഗറ്റീവ് എന്ത് പോസിറ്റീവ് എന്ന് കൊടുത്താലും തെറ്റൊന്നുമില്ല, PX എന്ന് കൊടുത്താലും തെറ്റൊന്നുമില്ല. -PX എന്ന് ഞാൻ കൊടുത്തെന്ന് മാത്രം. M is equal to -PX. അപ്പോൾ നമുക്കറിയാം ഇനി നമ്മുടെ ഡിഫ്ലക്ഷൻ YA is equal to ഡോ യു ബൈ ഡോ പി is equal to ഈ ഇക്വേഷൻ ഇൻ്റഗ്രൽ 0 to L m square divided by 2EI, that is 2m dou m by dou p divided by 2EI into dx. നമുക്ക് m minus px ആണെന്നുണ്ടെങ്കിൽ dou m by dou p is equal to minus x എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. Substitute here
this is equal to integral 0 to L m ന്റെ value minus px into dou m by dou p യുടെ value minus x divided by ei into dx, that is equal to integral 0 to L px square divided by ei, px square divided by ei dx, that is equal to integration x square into x cube by 3. So p by ei into x square x cube by 3 over the integration length 0 to L. So the answer is p L cube divided by 3 ei. So that is the answer. That is equal to p L cube divided by 3 ei. So this is the answer, p L cube divided by 3 ei. So the two simple questions ആണ്, but previous യൂണിവേഴ്സിറ്റീസിൽ ഒരു തവണ ചോദിച്ചിട്ടുള്ള ഒരു ഡെറിവേഷൻ പാർട്ടായിട്ടാണ് ഇത് ചോദിച്ചിരുന്നത്. നമുക്കത് ഈ ഒരു പ്രോബ്ലമായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് കൺസിഡർ വാട്ട് ഈസ് ദി ഡിഫ്ലക്ഷൻ, ഫൈൻഡ് ഔട്ട് ദ ഡിഫ്ലക്ഷൻ ഓഫ് എ ക്യാൻറ്റിലിവർ ബീം വിത്ത് എ പോയിന്റ് ലോഡ് അറ്റ് ഇറ്റ്സ് ഫ്രീ എൻഡ്. അപ്പോൾ അതൊരു ഡെറിവേഷനായിട്ട് മീൻസ് ചോദിച്ചുവെങ്കിൽ പോലും ഈ ഒരു സിറ്റുവേഷൻ എടുത്തിട്ട് ഡെറിവേറ്റ് ചെയ്തിട്ട് പി എൽ ക്യൂ ഡിവൈഡ് ബൈ 3 ei എന്നുള്ള ആൻസറിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. അതുപോലെ തന്നെ ഒരു ആക്സിയൽ ലോഡിങ്ങിൻ്റെ കേസിലത്തെ ഒരു സ്ട്രെയിൻ എനർജി മീൻസ് ആക്സിയൽ ലോഡിങ്ങിൻ്റെ കേസിലത്തെ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഫ്രീ എൻഡിന് ഡിസ്പ്ലേസ്മെൻറ്റ് ചോദിക്കുന്ന കേസിലാണെങ്കിൽ പോലും നമ്മൾ എടുക്കേണ്ട ആൻസർ ഇതാണ്, പി എൽ ബൈ ei, ഈ കേസിൽ പി എൽ ക്യൂ ഡിവൈഡ് ബൈ 3 ei. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, സ്ട്രെയിൻ എനർജിയുടെ എക്സ്പ്രഷൻ എടുത്തതിന് ശേഷം ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ, ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പാർഷ്യൽ ഡെറിവേഷൻ എടുക്കാം. പാർഷ്യൽ ഡെറിവേഷന് ശേഷം കിട്ടുന്ന ടേംസിൽ മൊമെൻറ്റിൻ്റെ ടേമും ഡോ എം ബൈ ഡോ പിയുടെ ടേമും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം കിട്ടുന്ന ഫംഗ്ഷനെ വേണം ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ. ഇൻറ്റഗ്രേഷൻ അവസാനം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇത്തരം പ്രോബ്ലത്തിൽ, എങ്കിലേ പ്രോപ്പറായിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടുകയുള്ളൂ. കൺസിഡർ ദി നെക്സ്റ്റ് പ്രോബ്ലം. കൺസിഡർ എ ക്യാൻറ്റിലിവർ ബീം വിത്ത് ഇറ്റ്സ് ഫ്രീ and there is a load P and a uniformly distributed load W. So this is the problem. Cantilever beam AB supports a uniformly distributed load W and a concentrated load P as shown in figure. There are two types of loads, one is W, other one is P. Length L is equal to 2 meter, W, that is the value of the uniform distributed load, is equal to 4 kilonewton per meter, P is equal to 6 kilonewton, EI, that is 5 meganewton meter square. The problem is value direct substitute ചെയ്യാം. Determine the deflection at EA. This is the NDA. Find out the deflection at NDA. There are two types of loads in the system. One is load P, other one is uniformly distributed load W. Then, so to solve this type of problem, first of all, you get the total strain energy of the system. Thus, that is the general method. In any problem, to find out the deflection at a particular location, get the strain energy of this entire system, then look at the point where we need the deflection. There may be a particular load. Then the total strain energy, partial derivative of the total strain energy with respect to that particular load gives you deflection at the point of application of that load. So here there is a load P at the point A. So determine the deflection at the end A means E point load, that is P, total strain energy of the system, partial derivative of that total strain energy with respect to P gives you deflection at A. Is answer ആണ്. അപ്പോൾ first there is a load, uniform distributed load. What is the meaning of the uniform distributed load? The load is distributed uniformly over the length. This W is the load value per unit length, 4 kilonewton per meter. So that is the load value acting. Then load P value is 6 kilonewton. There are two different types of loads. Anyway, first of all, get the strain energy of the system. Strain energy of this system, strain energy U of the system. So because of this load, there will be a deflection. So this is the case of a moment. Bending moment is developing. Because of that, the total strain energy integral 0 to L m square divided by 2 ei dx is the strain energy expression. Then next case, deflection at A, ya. Deflection at A, ya ആണ് നമുക്ക് എടുക്കേണ്ടത്. So deflection at A, ya. So എടുക്കുന്നതിന് dou u by
ഡോ പി എടുത്താൽ മതി. കാരണം സ്റ്റെയിൻ എനർജീനെ പിയിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എയിലെ പി ഡയറക്ഷനിലുള്ള ഡിഫ്ലക്ഷനാണ് കിട്ടുക. അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഡോ ബൈ ഡോ പി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. അപ്പോൾ ഡോ ബൈ ഡോ പി എടുക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത്തരം പ്രോബ്ലത്തിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു പെർഫോം ദിസ് ഡിഫറൻസിയേഷൻ, ദെൻ അറ്റ് ദി ലാസ്റ്റ് ഓൺലി ഇൻ്റഗ്രേഷൻ. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ 0 to L അതുപോലെ തന്നെ നമുക്ക് എഴുതാം എം സ്ക്വയർ എന്നുള്ളത് നമുക്കറിയാം. എം സ്ക്വയർ ഡിവൈഡ് ബൈ 2 2m ഡോ എം ബൈ ഡോ എക്സ് 2 വെട്ടി ക്യാൻസൽ ആയി പോകുന്നു. എം ഇൻറ്റു ഡോ എം ബൈ ഡോ പി ഡിവൈഡ് ബൈ ഇ ഐ. സോ ദാറ്റ് ഈസ് ആൻസർ ഇൻറ്റു ഡി എക്സ് എം സ്ക്വയർ 2m ഡോ എം ബൈ ഡോ പി 2m ഡോ എം ബൈ ഡോ പി ഡിവൈഡ് ബൈ 2 ഇ ഐ 2 ക്യാൻസൽ ആയി പോയി. സോ ദാറ്റ് ഈസ് ദി ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് എ. സോ ഇതാണ് നമ്മുടെ വാല്യൂ. ഇനി ഈ എമ്മിൻ്റെ വാല്യൂ എടുക്കുക, ഡോ എം ബൈ ഡോ പിയുടെ വാല്യൂ എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യുക. ഇവിടുത്തെ ലെങ്ത് 0 to L എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. അപ്പോൾ 0 to 2 ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നമുക്ക് ആകുന്നതായിരിക്കും. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റ് എം എത്രയാണെന്ന് നോക്കണം. ക്യാൻലിവർ ബീമിൽ ലോഡ് പി ആക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഓൾറെഡി സെക്കൻഡ് പ്രോബ്ലമായിട്ട് നമ്മൾ കണ്ടതാണ്. ആ കേസിൽ നമ്മൾ മൊമെൻറ്റ് എടുക്കാൻ നമുക്കറിയാമായിരുന്നു. സോ ആ ഒരു സിറ്റുവേഷനിൽ എക്സ്ട്രാ ദർ വിൽ ബി എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഡബ്ല്യു ആക്ടിങ്. അപ്പോൾ ഞാനിവിടെ മൊമെൻറ്റ് എഴുതാൻ ശ്രമിക്കുകയാണ്. ബെൻഡിങ് മൊമെൻറ്റ് എം എങ്ങനെ എടുക്കാം? നമുക്കിവിടെ ഒരു ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യാം. ഈ ക്രോസ് സെക്ഷന് നമ്മുടെ ഫ്രീ എൻഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന സംഭവം ഇങ്ങനെയാണ് നമുക്ക് കിട്ടാൻ പോകുന്ന സാധനം. ഈ ഡബ്ല്യു എന്ന് പറയുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വാല്യൂ ആണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൈവശം ഉള്ളത്. ഇതിൻ്റെ മൊമെൻ്റ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺസിഡർ എനി സെക്ഷൻ along this beam, then to get the bending moment, either right side or left side of that section you get the moment value of that particular section, right side section, left side section. So that is about total bending moment of this beam. അപ്പോൾ അങ്ങനെ നോക്കി കഴിയുമ്പോൾ അത് ബിക്കോസ് ഇറ്റ് ഇസ് ഇൻ ഇക്വിലിബ്രിയം. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഈ പോയിന്റ് മുതൽ റൈറ്റ് സൈഡിലുള്ള സംഭവം ഇതാണ്. അതിൻ്റെ എക്സ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ മൊമെൻറ്റ് എഴുതാൻ ശ്രമിക്കുമ്പോൾ മൊമെൻറ്റ് എം ഈസ് ഈക്വൽ ടു ഈ പി, കാരണം ഈ ക്രോസ് സെക്ഷനിലെ മൊമെൻറ്റ് പി ഇൻറ്റു എക്സ് ആണ്. ദിസ് ഈസ് ക്ലോക്ക് വൈസ്. അതിന് ഞാൻ മൈനസ് പി എക്സ് എന്ന് കൊടുത്തു. രണ്ടാമത് യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഡബ്ല്യു, ഈ എക്സ് ഡിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന ഡബ്ല്യുവിൻ്റെ വാല്യൂ ഡബ്ല്യു ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ ആ ഒരു ലോഡ് ഈ ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ ഇതിൻ്റെ സെൻറ്റർ പോയിന്റിലാണ് ഈ ഡബ്ല്യു ഇൻറ്റു എക്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഡബ്ല്യു ഇൻറ്റു എക്സ് ഡിസ്റ്റൻസ് ഡബ്ല്യു ഇൻറ്റു എക്സ് സെൻറ്റർ പോയിന്റിൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ക്രോസ് സെക്ഷൻ വരെയുള്ള അതിൻ്റെ റിമൈനിങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ x/2 ഉള്ളൂ. കാരണം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ കൺസെപ്റ്റൊക്കെ പ്രീവിയസ് തേർഡ് സെമസ്റ്ററിൽ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇൻട്രൊഡക്ടറി പോർഷനായിട്ട് പഠിക്കുന്ന ആ ഒരു സബ്ജക്റ്റിൽ നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഡബ്ല്യു എക്സ് ആക്ടിങ് അറ്റ് ദ സെൻറ്റർ, ഡബ്ല്യു ഇൻറ്റു എക്സ്. സോ ടു ദാറ്റ് പോയിന്റ് ഫ്രം ദിസ് സെക്ഷൻ റിമൈനിങ് ഡിസ്റ്റൻസ് x/2 തന്നെയാണ്. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന ഈ ഡബ്ല്യു എക്സ് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റ് x/2 ഡിസ്റ്റൻസിലാണ് ഈ ഒരു ക്രോസ് സെക്ഷനിലേക്ക് ആക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് എഗെയിൻ ക്ലോക്ക് വൈസിൽ തന്നെയാണ് വരിക. അപ്പോൾ അവിടെ നമുക്കൊരു മൈനസ് വരുന്നുണ്ട്. മൈനസ് ഡബ്ല്യു എക്സ് ഇൻറ്റു x/2. So what is the value of the moment? Px plus wx square by 2. So that is a moment. Then dou m by dou p value. Dou m by dou p എന്താണെന്ന് നമുക്ക്, കാരണം ഇവിടെ നമുക്ക് മൊമെൻറ്റ് കിട്ടി. ദെൻ dou m by dou p ആണ് എടുക്കേണ്ടത്. dou m by dou p എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ എം. പി ഉള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ, പി ഇല്ല. സോ വാട്ട് ഈസ് ദ dou m by dou p? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ രണ്ട് ടേംസും മൊമെൻറ്റിൻ്റെ എം മൊമെൻറ്റ് വാല്യൂ dou ബൈ ഡോ പി ടൈമിൻ്റെ മൈനസ് എക്സ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫ്ലക്ഷൻ അറ്റ് എ എന്നുള്ളതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം അതിലേക്ക് നമുക്ക് നോക്കാം. ഡിഫ്ലക്ഷൻ അറ്റ് എ, ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് എ വൈ എ സീക്വൽ ടു ഇൻ്റഗ്രൽ 0 to L. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ്റെ 0 ആണെങ്കിൽ ലെങ്ത് എൽ ഇതാണ്. അപ്പോൾ എൽ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമുക്കറിയാം 2 meters ആണ്. അപ്പോൾ 0 to 2 എന്ന് നമുക്കിവിടെ എഴുതാം.
integral 0 to 2. Then m ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് അവസാനം ചെയ്യാൻ പാടുള്ളൂ. ഇൻ്റഗ്രൽ 0 to 2 m ന്റെ വാല്യൂ മൈനസ് പി എക്സ് പ്ലസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2 ആണ് m വാല്യൂ. Then that divided by ei into dou m by dou p. Dou m by dou p യുടെ വാല്യൂ മൈനസ് എക്സ് ആണ്. So that is into minus x dx, that is equal to 0 to L or 0 to 2. Multiply ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് മൈനസ് പ്ലസ് പി എക്സ് സ്ക്വയർ പ്ലസ് ഡബ്ല്യു എക്സ് ക്യൂബ് ബൈ 2 ഡിവൈഡഡ് ബൈ ഈ ഐ എന്ന് നമുക്ക് കിട്ടും പി എക്സ് സ്ക്വയർ പ്ലസ് ഡബ്ല്യു എക്സ് ക്യൂബ് ബൈ 3 ബൈ ഡബ്ല്യു എക്സ് ക്യൂബ് ബൈ 2 ഇൻറ്റു ഡി എക്സ്. ഇൻ്റഗ്രേഷൻ്റെ വാല്യൂസ് അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഇൻ്റഗ്രേഷൻ പാർട്ട് അപ്ലൈ ചെയ്യാനുണ്ട്. ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ നമുക്കറിയാം 0 to 2 പി എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രേഷൻ ഓഫ് ദിസ് ഡി എക്സ് പി എക്സ് ക്യൂബ് ബൈ 3 0 to 2 പ്ലസ് അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by ei 1 by ei into px cube by 3 into w x raised to 4 x cube into x raised to 4 divided by 8 into 0 to 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിയുടെ വാല്യൂ നമുക്കറിയാം. പി വാല്യൂ ഈസ് 6 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ 1 by ഇയുടെ 5 മെഗാ ന്യൂട്ടൺ 5 into 10 raised to 6 ei value 5 mega newton meter square and 10 raised to 6 into p value എന്ന് പറഞ്ഞാൽ ലോഡ് 6 കിലോ ന്യൂട്ടൺ ആണ്. 6 into 10 raised to 3 into x cube that is L ആണ്. എല്ലിൻ്റെ വാല്യൂ നമുക്കറിയാം 2 ആണ് നമ്മുടെ വാല്യൂ. അപ്പോൾ into 2 cube by 3 that is the upper limit. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 ആയി പോകും. Plus W uniformly distributed load 4 kilo Newton meter square 4 into 10 raised to 3 into x cube into value 2 raised to 4 x square x raised to 4 2 raised to 4 divided by 8. So ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അതിൻ്റെ അത് സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ നമുക്കിത് 1 by 5 into 10 raised to 6 into 10 raised to 3 2 cube 8 by 3 plus 4 16 into 4 into 16 into 10 raised to 3 divided by 8. So this become 10 raised to 3. This is getting cancelled. At the end സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ഇതിൻ്റെ ആൻസർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4.8 into 10 raised to 3 എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. 4.8 into 10 raised to -3 meters എന്നാണ് ഇതിൻ്റെ ആൻസർ. സോ ദാറ്റ് ഈസ് ദ ആൻസർ. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇത്തരം പ്രോബ്ലത്തിൽ മൊമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഒരു ക്രോസ് സെക്ഷൻ, ആ ക്രോസ് സെക്ഷൻ്റെ റൈറ്റ് സൈഡ് പോർഷൻ എടുക്കുക, മൊമെൻറ്റിൻ്റെ വാല്യൂ എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക, ഡോ എം ബൈ ഡോ പി എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ പെർഫോം ദി ഇൻ്റഗ്രേഷൻ. അറ്റ് ദി എൻഡ് ഓൺലി സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്, യു വിൽ ഗെറ്റ് ദ ആൻസർ.